കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയതിന്റെ തുടർച്ചയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പി ബ്ലോക്ക് പറഞ്ഞു. എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്യിക്കാതെ ഞാൻ വിട്ടിരുന്നു. അത് ചെയ്യിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങള് സാർ നോട്ട് അയച്ചു. നോട്ട് അയച്ചു. ഓക്കെ, പിന്നെ മതിയാവും. ഞാനിപ്പോ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പി ബ്ലോക്ക് ആണ് നമ്മൾ പഠിച്ചത്. അതിന്റെ തുടർച്ചയായിട്ടുള്ള അതിനകത്തുള്ള ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഞാനത് ചെയ്യിച്ചില്ലായിരുന്നു. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് എഴുതിയിടണം. റഫ് ബുക്ക് ആണെങ്കിൽ റഫ് ബുക്കിലോട്ട് എഴുതിയിടണം. നെറ്റിന്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ബോർഡ് അത്ര ക്ലിയർ അല്ലാത്തതായിട്ട് തോന്നും. മൂലകം നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട് കേട്ടോ ഇതേ ക്വസ്റ്റ്യൻ. ബാഹ്യതമ ഷെൽ ഇലക്ട്രോൺ വിന്യാസം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ബാഹ്യതമ ഷെൽ ഇലക്ട്രോൺ വിന്യാസം. പേജ് നമ്പർ എത്ര സാർ? പേജ് നമ്പർ എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. നിങ്ങളുടെ ടെക്സ്റ്റ് മലയാളം മീഡിയത്തിന്റെ ഒന്നും എന്റെ കയ്യിലില്ല. ഞാനൊരു ഊഹം വെച്ചിട്ട് ഞാൻ പറയുക. നിങ്ങൾ നോക്കണം, കണ്ടുപിടിക്കണം. ബാഹ്യതമ ഷെൽ ഇലക്ട്രോൺ വിന്യാസം. ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തേ പേജ് നമ്പർ. 23. പൂർണ്ണ ഇലക്ട്രോൺ വിന്യാസം. പൂർണ്ണ ഇലക്ട്രോൺ 23-ാം പേജിലുണ്ട് ആ കോളം. പൂർണ്ണ ഇലക്ട്രോൺ വിന്യാസം. ടെക്സ്റ്റിലല്ല എഴുതേണ്ടത് കേട്ടോ, നോട്ട്ബുക്കിലാണ് എഴുതേണ്ടത്. പൂർണ്ണ ഇലക്ട്രോൺ വിന്യാസം. അറ്റോമിക് നമ്പർ. ഗ്രൂപ്പ്, പീരീഡ്, പിന്നെ ബ്ലോക്ക് കൂടെ ഉണ്ട് കേട്ടോ. എനിക്കിവിടെ ബ്ലോക്കിന്റെ കോളം വരക്കാൻ പറ്റത്തില്ല, അത്രയും ചെറുതായി പോകും. പിന്നെ അപ്പുറത്തോട്ട് എനിക്ക് എഴുതാൻ പറ്റാത്തതുകൊണ്ടാണ്. ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഈ 23-ാം പേജിലെ ആ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അതേ കണക്ക് എഴുതുക. ബോർഡിൽ വ്യക്തമല്ലാത്തത് കൊണ്ടാണ് അത്തരത്തിൽ ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞത്. ഞാൻ ജസ്റ്റ് നിങ്ങളെ ചെയ്യിക്കാൻ വേണ്ടി മാത്രം ഒന്ന് അവിടെ ബോർഡിൽ എഴുതിയതാണ്. മൂലകം 5-6 കോളം ഉണ്ട്. 7 കോളമുണ്ട്. 1 2 3 4 5 6 7 കോളം. ഒരു കോളം കൂടെ ഉണ്ട്, ബ്ലോക്ക് എന്ന് പറയുന്നുണ്ട്. ആ കോളം ഞാൻ വിട്ടിരിക്കുകയാണ്. മൂലകം, ബാഹ്യതമ ഷെൽ ഇലക്ട്രോൺ വിന്യാസം, പൂർണ്ണ ഇലക്ട്രോൺ വിന്യാസം, അറ്റോമിക നമ്പർ, ഗ്രൂപ്പ്, പീരീഡ്, ബ്ലോക്ക്. എഴുതിയോ? അതിൽ മൂലകം എക്സ്, ബാഹ്യതമ ഷെൽ ഇലക്ട്രോൺ വിന്യാസം 3s2. അടുത്ത മൂലകം y, ബാഹ്യതമ ഷെൽ ഇലക്ട്രോൺ വിന്യാസം 3s2 3p5. ബാക്കി നിങ്ങൾ പൂർത്തീകരിക്കണം. ഇതിന്റെ ബാഹ്യതമ ഷെൽ ഇലക്ട്രോൺ വിന്യാസം നമുക്കറിയാം 3s2 എന്നാണെന്ന്. അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് എഴുതാനായിട്ട് പറ്റും. എങ്ങനെയാ പൂർണ്ണമായ ഇലക്ട്രോൺ വിന്യാസം എഴുതുക? അവസാനം 3s2 കൊണ്ട് അവസാനിക്കണം. അവസാനം 3s2 കൊണ്ട്. അങ്ങനെയാണെങ്കിൽ 1s2 2s2 2p6 3s2 അങ്ങനെയല്ലേ പോവുക? നമ്മളറിയാം 1s 2s 2p 3s 1s 2s 2p 3s. അപ്പൊ 3s കൊണ്ട് അവസാനിക്കണമെങ്കിൽ അതിന്റെ മുമ്പിൽ 1s2 ഉണ്ട്, 2s2 ഉണ്ട്, 2p6 ഉണ്ട്, 3s2 ഉണ്ട്. ഒറ്റ വരിയിൽ തന്നെ എഴുതാൻ പറ്റുമെങ്കിൽ അങ്ങനെ എഴുതണേ. 1s2 2s2 2p6 3s2. ഇനി എങ്ങനെ അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കും? അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. അറ്റോമിക് നമ്പർ ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. ദാ ഈ ഇലക്ട്രോണുകളുടെ എണ്ണം കൂട്ടിയാൽ മതി. 2 4 10 12. 2 4 10 12. അപ്പൊ അറ്റോമിക് നമ്പർ Z 12. അലക്സ് വർഗീസ്, അലക്സ് കേൾക്കുന്നുണ്ടോ? എന്താ ടീച്ചറെ? എന്താ സാറേ? ഇതേതാ ബ്ലോക്ക്? ഏത് ബ്ലോക്കിൽ പെടുന്ന മൂലകമാ? എക്സ്. എസ് ബ്ലോക്ക് ആണ്. അപ്പൊ ഏറ്റവും അവസാനത്തെ കോളം കണ്ടോ? പീരീഡിന്റെ അപ്പുറം ഒരു കോളം ഉണ്ട്. ഞാനത് എഴുതിയിട്ടില്ല, ഇവിടെ പീരീഡ് വരെ എഴുതിയിട്ടുള്ളൂ. പീരീഡിന്റെ അപ്പുറത്തെ കോളത്തിൽ, ആ ബ്ലോക്കിന്റെ കോളത്തിൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് എഴുതാം എസ് ബ്ലോക്ക്. ഞാൻ ആ കോളം എഴുതിയിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുന്നു. എസ് ബ്ലോക്ക് എന്ന് കൊടുക്കുക. കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇത് എസ് ബ്ലോക്ക് മൂലകമാണ് എങ്കിൽ അഫ്സൽ, ഇതിന്റെ ഗ്രൂപ്പ് നമ്പർ എത്രയാണ്? അഫ്സൽ ഇതിന്റെ ഗ്രൂപ്പ് നമ്പർ എത്രയാ? അഫ്സൽ ഇല്ലേ? 2.
എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകൾ എഴുതിയാൽ മതി. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ ബാഹ്യതമ എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എഴുതിയാൽ മതി. അപ്പൊ ഗ്രൂപ്പ് നമ്പർ 2. പീരീഡ് നമ്പർ കണ്ടുപിടിക്കാൻ എല്ലാത്തിനും ഒരേപോലെ ഉയർന്ന ഷെൽ നമ്പർ 1, 2, 2, 3. ഈ ഇടത്തെ സൈഡിൽ കിടക്കുന്ന നമ്പറിലോട്ട് നോക്കണം. 1s2 1, 2, 2, 3. അപ്പം ഉയർന്ന ഷെൽ നമ്പർ 3 ആണ്. കണ്ടോ? അറ്റോമിക് നമ്പർ 12, ഗ്രൂപ്പ് 2, പീരീഡ് 3. എഴുതിയല്ലോ. അടുത്തത് ഇതിന്റെ എഴുതണം. ഇതിന്റെ എഴുതണമെങ്കിൽ ബാക്കി ഇതിന്റെ നമുക്ക് എഴുതാം. ഇവിടെ 3s2, ഇത് 3s2 3p5. അങ്ങനെയാണെങ്കിൽ അതിന്റെ മുമ്പ് ഏതൊക്കെ ഉണ്ടാകും? 1s 2s 2p 3s 3p 1s 2s 2p 3s 3p അങ്ങനെയായിരിക്കും പോവുക. അപ്പൊ നമുക്ക് ഇവിടെ കൊടുക്കാമല്ലോ. 1s2 2s2 2p6 3s2 3p5. ഇതാണ് ഇതിന്റെ ശരിയായ പൂർണ്ണമായ ഇലക്ട്രോൺ വിന്യാസം. 3s 3p കൊണ്ട് അവസാനിക്കണം. 3s2 3p5. അങ്ങനെയാണെങ്കിൽ ആദ്യം 1s ഉണ്ടാകും. 1s 2s 2p 3s 3p. ഇപ്പൊ 1s2 2s2 2p6 3s2 3p5. എത്ര വരും അറ്റോമിക് നമ്പർ? ഇലക്ട്രോണിന്റെ എണ്ണം കൂട്ടിയാൽ മതി. 2 4 10 12 5 17. അറ്റോമിക് നമ്പർ 17. ബ്ലോക്ക് പറയൂ. അവസാനത്തെ ഇലക്ട്രോൺ പി സബ്ഷനിൽ വന്നു ചേർന്നു. അപ്പൊ ബ്ലോക്കിന്റെ കുളത്തിൽ കൊടുക്കണം. പി ബ്ലോക്ക്. ഓക്കെ. അമീറെ ഗ്രൂപ്പ് എത്ര വരും? 3. തെറ്റി. 3. അങ്ങനെ ഒരു സാധനം ഇവിടെ ഇല്ലല്ലോ. 3. 5. എന്റെ പൊന്നെ, പി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ 12. പി സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം +12. എത്ര പ്രാവശ്യം പറഞ്ഞതാണ്? പി ബ്ലോക്കിന്റേതാണെങ്കിൽ വേറെ രീതിയിലാണ്. പി സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം നോക്കുക 5. അതിന്റെ കൂടെ എത്ര കൂടെ കൂട്ടണം? 12 കൂടെ കൂട്ടണം. എസ് ബ്ലോക്കിന്റെ പി സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം പ്ലസ്, ഇനി ആരും പറയണ്ട, പി സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം +12 ആണ്. അപ്പൊ 5 + 12 17 ആണ്. എസ് ബ്ലോക്കിനാണ് ഈ ഇലക്ട്രോണുകളുടെ എണ്ണം എഴുതുന്നത്. എസ് ബ്ലോക്കിനാണ് ഈ ഇലക്ട്രോണുകളുടെ എണ്ണം എഴുതുന്നത്. പി ബ്ലോക്കിനാണെങ്കിൽ ഇവിടെയുള്ള 5 ഇലക്ട്രോണുകളുടെ എണ്ണത്തോടൊപ്പം 12 കൂടെ കൂട്ടണം. 12 കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാ. 17. പീരീഡ് നമ്പർ എത്രയാ? പീരീഡ് നമ്പർ 1 2 2 3 നമ്പർ 3 ആണ്. പീരീഡ് നമ്പർ 3. അടുത്ത ക്വസ്റ്റ്യൻ ഇതിനെ സംബന്ധിച്ച. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതിലെ തുടർച്ചയായിട്ട് ഡോട്ട് ഇട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. സംയോജകത 1 ആയ മൂലകം ഏത്? സംയോജകത 1 ആയ മൂലകം ഏത്? നോക്കൂ, സംയോജകത എന്ന് പറയുമ്പോൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ് സംയോജകത. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ അത് അഷ്ടകം പൂർത്തിയാക്കാൻ, 8 ഇലക്ട്രോണുകളെ പൂർത്തിയാക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ് സംയോജകത. ഒന്നുകിൽ വിട്ടുകൊടുക്കും അല്ലെങ്കിൽ സ്വീകരിക്കും ആ ഇലക്ട്രോണുകളുടെ എണ്ണം. ഗ്രൂപ്പ് അറിയാമെങ്കിൽ സംയോജകത കണ്ടുപിടിക്കാം. ഗ്രൂപ്പ് 1ന്റെ സംയോജകത 1, ഗ്രൂപ്പ് 2ന്റെ സംയോജകത 2. കാരണം അതിന്റെ ബാഹ്യതമ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണ്. അപ്പൊ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. ഗ്രൂപ്പ് 3ന്റെ സംയോജകത 3, ബാഹ്യതമ ഷെല്ലിൽ 3 ഇലക്ട്രോൺ ആണ്. 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. ഗ്രൂപ്പ് 4ന്റെ സംയോജകത, ഗ്രൂപ്പ് 3 അല്ല കേട്ടോ, ഗ്രൂപ്പ് 13ന്റെ സംയോജകത 3, ഗ്രൂപ്പ് 14ന്റെ സംയോജകത 4. ഗ്രൂപ്പ് 15ന്റെ സംയോജകത, 15ന്റെ ബാഹ്യതമ ഷെല്ലിൽ 5 ഇലക്ട്രോൺ ആയിരിക്കും. 15ന്റെ ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണ്? 5 ഇലക്ട്രോൺ.
അപ്പൊ അഷ്ടകം പൂർത്തിയാക്കാൻ, അഷ്ടകം എന്ന് പറഞ്ഞാൽ 8 വന്നം, 8 വന്നം, 8 വരുത്താൻ വേണ്ടി 3 ഇലക്ട്രോണിനെ സ്വീകരിക്കും. അപ്പൊ 15-ന്റേത് 3, 16-ന്റേത് ബാഹ്യതമശലിൽ 6 ഇലക്ട്രോണാ ഉള്ളത്. ഗ്രൂപ്പ് 16 ആകുമ്പോൾ ബാഹ്യതമശലിൽ എത്ര ഇലക്ട്രോൺ ആണ്? 6 ഇലക്ട്രോൺ. 6-ന്റെ കൂടെ 2 കൂടെ കിട്ടിയാൽ 8 ആവും. അപ്പൊ 16-ന്റേത് 2 ആണ്. ഗ്രൂപ്പ് 17-ന്റെ ബാഹ്യതമശലിൽ അപ്പൊ എത്ര ഇലക്ട്രോൺ ആണ്? 7 ഇലക്ട്രോൺ. 7 ഇലക്ട്രോൺ ഉണ്ട്. അഷ്ടകം പൂർത്തിയാക്കാൻ 8 ആക്കാൻ 1 ഇലക്ട്രോൺ കൂടെ മതി. അപ്പൊ ഗ്രൂപ്പ് 17-ന്റെ സംയോജകത 1. ഗ്രൂപ്പ് 18-ന്റെ സംയോജകത, ഗ്രൂപ്പ് 18-ന്റെ ബാഹ്യതമശലിൽ 8 ഇലക്ട്രോൺ ആണ്. ഇതിന് അഷ്ടകം പൂർത്തിയാണ്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ സംയോജകത 0 ആണ്. ഇനി ഇലക്ട്രോണിനെ സ്വീകരിക്കേണ്ട. ഗ്രൂപ്പ് 18-ന്റെ സംയോജകത 0 ആണ്. പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകൂടെ പറയാം. ഗ്രൂപ്പ് 1 സംയോജകത 1, 2 2, 1 2 കഴിഞ്ഞാൽ പിന്നെ 13 മുതൽ 18 വരെയാ പറയുക. ഗ്രൂപ്പ് 13 3, ഗ്രൂപ്പ് 14 4, ഗ്രൂപ്പ് 15 തിരിയും 3, ഗ്രൂപ്പ് 15 ആകുമ്പോൾ 5 ഉണ്ട്, അപ്പൊ 3, ഗ്രൂപ്പ് 16 2, ഗ്രൂപ്പ് 17 1, ഗ്രൂപ്പ് 18 0. അപ്പൊ ഇവിടെയുള്ള ഗ്രൂപ്പ് 17 മൂലകത്തിന്റെ സംയോജകതയല്ലേ 1 വരിക? ഗ്രൂപ്പ് 17-ന്റെ ബാഹ്യതമശലിൽ 7 ഇലക്ട്രോൺ ആയിരിക്കും. അപ്പൊ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ 8 ആക്കാൻ 1 ഇലക്ട്രോണിനെ സ്വീകരിച്ചാൽ മതി. അപ്പം ഈ വൈയുടെ സംയോജകതയാണ് 1. സംയോജകത 1 മൂലകം വൈ ആണ്. അതല്ലാതെ നമുക്ക് മറ്റൊരു മാർഗമുണ്ട്. ഇതിന്റെ ബാഹ്യതമശലിലുള്ള ഇതൊരു മാർഗമാണ് പറഞ്ഞത്. ഇതല്ലാതെ മറ്റൊരു മാർഗമാണ്. ഇതിന്റെ ബാഹ്യതമശലിലെ ഇലക്ട്രോൺ വിന്യാസം നോക്കുക. ബാഹ്യതമശൽ ഏതാ? ഇവിടെ തന്നിട്ടുണ്ട്. ഏതാ ബാഹ്യതമശല്? 3s2 3p5. ഇതല്ലേ ബാഹ്യതമശല്? ഇതിൽ ടോട്ടൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 7 ഇലക്ട്രോൺ. 5ഉം 2ഉം 7. ഇതാണ് ബാഹ്യതമശല്. 5ഉം 2ഉം 7 ഇലക്ട്രോൺ ഉണ്ട്. എന്റെ ചോദ്യം, 8 ആക്കാൻ, ഇതിന് 8 ആക്കാൻ എത്ര ഇലക്ട്രോണിനെ കൂടെ വാങ്ങിക്കണം? അഷ്ടകം പൂർത്തിയാക്കാൻ വാങ്ങിക്കുന്ന, വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോണുകളാണ് സംയോജകത. ഇപ്പൊ ഇതിന്റെ ബാഹ്യതമശലിൽ 5ഉം 2ഉം 7 ഇലക്ട്രോൺ ഉണ്ട്. ഒരെണ്ണം കൂടെ വാങ്ങിച്ചാൽ അഷ്ടകം പൂർത്തിയാകത്തില്ലേ? പൂർത്തിയാകും. അങ്ങനെയും പറയാം. അപ്പം സംയോജകത 1 മൂലകം വൈ ആണ്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഏത് മൂലകമാണ് ലോഹ സ്വഭാവം കൂടുതൽ കാണിക്കുന്നത്? അങ്ങനെയാണോ ക്വസ്റ്റ്യൻ? ഒന്ന് പറയാമോ എന്റെ അടുത്തേക്ക്? ആരെങ്കിലും ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാമോ? പ്രകടിപ്പിക്കുന്ന മൂലകം ഏത്? ഏതാ? ലോഹ സ്വഭാവം പ്രകടിപ്പിക്കുന്ന മൂലകം ഏത്? ലോഹ സ്വഭാവം പ്രകടിപ്പിക്കുന്ന മൂലകം ഏത്? ലോഹ സ്വഭാവം പ്രകടിപ്പിക്കുന്ന മൂലകം ഏത്? ഏത് മൂലകമായിരിക്കും ലോഹ സ്വഭാവം പ്രകടിപ്പിക്കുക? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പീരിയോഡിക് ടേബിളിൽ ഇടതു സൈഡിൽ കിടക്കുന്നവയായിരിക്കും കൂടുതൽ ലോഹ സ്വഭാവം കാണിക്കുക. അല്ലെങ്കിൽ പീരിയോഡിക് ടേബിൾ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ 1ാം ഗ്രൂപ്പും 2ാം ഗ്രൂപ്പും, 1ഉം 2ഉം, അത് എസ് ബ്ലോക്കാണ്. 1ഉം 2ഉം ഏത് ബ്ലോക്കാണ്? എസ് ബ്ലോക്ക്. ഇച്ചിരി ഇങ്ങോട്ട് മാറി 3 മുതൽ 12 വരെ, 3 മുതൽ 12 വരെ, ബാക്കി 13 മുതൽ 18 വരെ ഇങ്ങോട്ട് വലത്തോട്ട് മാറി. ഇങ്ങോട്ട് വരുന്തോറും ലോഹ സ്വഭാവം കുറഞ്ഞു വരുന്നു. അപ്പം ലോഹ സ്വഭാവം കൂടുതൽ കാണിക്കുന്നത് 1ാം ഗ്രൂപ്പിലും 2ാം ഗ്രൂപ്പിലും പെടുന്ന, അല്ലെങ്കിൽ എസ് ബ്ലോക്ക് മൂലകങ്ങളല്ലേ ലോഹ സ്വഭാവം കൂടുതൽ കാണിക്കുക. അപ്പൊ എക്സ് ആണ് ലോഹ സ്വഭാവം കാണിക്കുന്ന മൂലകം. ഏതാണ്? എക്സ് ആണ്. എക്സ് ആണ് ലോഹ സ്വഭാവം കൂടുതൽ കാണിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇവിടെ കിടക്കുന്ന മൂലകങ്ങളായിരിക്കും കൂടുതൽ ലോഹ സ്വഭാവം കാണിക്കുക. ഞാൻ പിന്നെയും നിങ്ങളോട് ആവർത്തിക്കുകയാണ്, നിങ്ങൾ എന്നെ പിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ പിൻ ചെയ്ത് തന്നെ കാണണം. നിങ്ങളുടെ അവിടെ എന്റെ നേരെ കാണുന്ന, ഞാൻ ഈ സംസാരിക്കുന്ന ഓപ്ഷന് നേരെ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക, പിൻ ചെയ്യുക, ഫുൾ സ്ക്രീനിൽ വെക്കുക. ഫുൾ സ്ക്രീനിൽ വെക്കുമ്പോൾ മൊബൈലിൽ ചരിച്ചു വെക്കണം, നേരെ വെക്കണ്ട. അങ്ങനെയാണെങ്കിൽ ഫുൾ സ്ക്രീൻ വ്യക്തമായിട്ട് കാണത്തുള്ളൂ. മൊബൈലിൽ ചരിച്ചു വെച്ച് ഫുൾ സ്ക്രീനിൽ കാണണം. നേരെ വെച്ചാൽ അത്രയും വ്യൂ കിട്ടത്തില്ല. പിൻ ചെയ്യുക, 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് പിൻ ചെയ്യുക, എന്നിട്ട് ആ സ്ക്വയറിൽ ക്ലിക്ക് ചെയ്ത് വ്യൂ ഫുൾ സ്ക്രീൻ കൊടുക്കുക, മൊബൈലിൽ ചരിച്ചു പിടിക്കുക, വീണ്ടും ഇങ്ങനെ പിടിക്കുക, വീണ്ടും ഒന്നും കൂടെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫുൾ സ്ക്രീനിൽ എന്നെ കാണാനായിട്ട് പറ്റും. അങ്ങനെ കാണാവൂ. ആരെങ്കിലും അങ്ങനെ ഇല്ലാത്തവരുണ്ടെങ്കിൽ ചെയ്തേക്കണേ. അടുത്തത്, ഏത് മൂലകത്തിനാണ് അയോണീകരണ ഊർജം കൂടുതലുള്ളത്? ഏത് മൂലകത്തിനാണ് അയോണീകരണ ഊർജം കൂടുതലുള്ളത്?
ഏത് മൂലകത്തിനാണ് അയോണീകരണ ഊർജം കൂടുതലുള്ളത്? വൈക്ക്. ഏത് മൂലകത്തിന് അയോണീകരണ ഊർജം കൂടുതൽ? വൈക്കാണ് അയോണീകരണ ഊർജം കൂടുതൽ. കാരണം എസ് ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യം എഴുതിയിരിക്കുന്ന എക്സ് എസ് ബ്ലോക്ക് മൂലകമാണ്. ഒന്നാം ഗ്രൂപ്പിലും രണ്ടാം ഗ്രൂപ്പിലും പെടുന്ന എസ് ബ്ലോക്കാണ്. പി ബ്ലോക്ക് എന്ന് പറയുന്ന 13 മുതൽ 18 വരെയുള്ളതിൽ പെടുന്നതാണ് രണ്ടാമത് എഴുതിയിരിക്കുന്ന വൈ. ആദ്യത്തെ എക്സ് എസ് ബ്ലോക്ക് രണ്ടാം ഗ്രൂപ്പിൽ പെടുന്ന മൂലകമാണ്. രണ്ടാമത്തെ വൈ 17ാം ഗ്രൂപ്പിൽ പെടുന്ന, നമ്മൾ എഴുതിയിട്ടുണ്ട്, ഗ്രൂപ്പ് കണ്ടുപിടിക്കുക, 17ാം ഗ്രൂപ്പിൽ പെടുന്ന മൂലകമാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പിരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് വരുംതോറും അയോണീകരണ ഊർജം കൂടും. ഇങ്ങനെ വന്നാൽ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ അയോണീകരണ ഊർജം കൂടുതലാണ്. ഒന്നിലും രണ്ടിലും ഇവിടെയൊക്കെ കിടക്കുന്ന മൂലകങ്ങൾക്ക് അയോണീകരണ ഊർജം കുറവ്. ഇങ്ങോട്ട് വരും, കാരണം ഇത് 17ല്ല, ഇതിന്റെ സ്ഥാനം എവിടെയാ? 17, മറ്റേത് 2ല്ല. അപ്പൊ ഇങ്ങോട്ട് വരുന്നതോറും അയോണീകരണ ഊർജം കൂടുമല്ലോ. അപ്പൊ വൈക്കല്ലേ അയോണീകരണ ഊർജം കൂടുതൽ? അപ്പൊ ആൻസർ വൈ ആണ്. അയോണീകരണ ഊർജം കൂടുതലുള്ള മൂലകം വൈ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാവോ ആരെങ്കിലും? എക്സും വൈയും ചേർന്ന് രൂപീകരിക്കാൻ സാധ്യതയുള്ള സംയോജകത ഏത്? എക്സും വൈയും ചേർന്ന് രൂപീകരിക്കാൻ സാധ്യതയുള്ള സംയുക്തത്തിന്റെ, ഒന്ന് വായിച്ചത് വ്യക്തമായിട്ട്. എക്സും വൈയും ചേർന്ന് രൂപീകരിക്കാൻ സാധ്യതയുള്ള സംയുക്തത്തിന്റെ രസസൂത്രം എഴുതി ഓക്സീകരണാവസ്ഥയിൽ പേരെഴുതുക. ടെക്സ്റ്റിലുണ്ട്, എക്സും വൈയും ചേർന്ന് രൂപീകരിക്കാൻ സാധ്യതയുള്ള സംയുക്തത്തിന്റെ രാസസൂത്രം എഴുതി അവയുടെ ഓക്സീകരണാവസ്ഥകൾ എഴുതുക. എക്സും വൈയും ചേർന്ന് രൂപീകരിക്കാൻ സാധ്യതയുള്ള സംയുക്തത്തിന്റെ രാസസൂത്രം എഴുതി അവയുടെ ഓക്സീകരണാവസ്ഥകൾ എഴുതുക. പേജ് നമ്പർ 23 ക്വസ്റ്റ്യൻ ഉണ്ട്. അവയുടെ ഓക്സീകരണാവസ്ഥകൾ എഴുതുക. എക്സും വൈയും ചേർന്ന് രൂപീകരിക്കാൻ സാധ്യതയുള്ള സംയുക്തത്തിന്റെ രാസസൂത്രം എഴുതി അവയുടെ ഓക്സീകരണാവസ്ഥകൾ എഴുതുക. ഇതല്ലേ ക്വസ്റ്റ്യൻ? ആണ്. ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞോ? ഒന്നും കൂടെ പറയാം. എക്സും വൈയും ചേർന്ന് രൂപീകരിക്കാൻ സാധ്യതയുള്ള സംയുക്തത്തിന്റെ രാസസൂത്രം എഴുതി അവയുടെ ഓക്സീകരണാവസ്ഥകൾ എഴുതുക. എക്സും വൈയും ചേർന്ന് രൂപീകരിക്കാൻ സാധ്യതയുള്ള സംയുക്തത്തിന്റെ രാസസൂത്രം എഴുതി അവയുടെ ഓക്സീകരണാവസ്ഥ എഴുതുക. നമുക്കറിയാം, നമുക്ക് സംയുക്തത്തിന്റെ രാസസൂത്രം അറിയണമെങ്കിൽ സംയോജകത അറിയണം. ഏതൊക്കെ ചേർന്ന സംയുക്തം ഉണ്ടാകുന്നത്? എക്സും വൈയും. അപ്പം ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോഹമായിട്ടുള്ള എക്സ് ആദ്യം എഴുതണം. എക്സ് ആണ് ലോഹം, പറഞ്ഞിട്ടുള്ളതാ. ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞ എക്സ് ആദ്യം എഴുതണം. രണ്ടാമത് വൈ എഴുതണം. എക്സ് ആദ്യം എഴുതുക, എക്സും വൈയും കൂടെ ആകുമ്പോൾ എക്സ് ആദ്യം എഴുതുക, പിന്നെ വൈ എഴുതുക. ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞ എക്സ് എഴുതുക, പിന്നെ കൂടിയ വൈ എഴുതുക. അതിനുശേഷം സംയോജകത മുകളിൽ എഴുതണം. എക്സിന്റെ സംയോജകത നിങ്ങൾക്കറിയാം, പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിന്റെ എക്സ് എന്ന് പറഞ്ഞാല് രണ്ടാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകമാണ്. രണ്ടാം ഗ്രൂപ്പാ. അപ്പൊ അതിന്റെ ബാഹ്യതമശയിലുള്ള 2 ഇലക്ട്രോണുകൾ, അതായിരിക്കും അതിന്റെ സംയോജകത. എക്സിന്റെ സംയോജകത 2. 1ഉം 2ഉം ഗ്രൂപ്പ് സംയോജകത 1, 2. 13 3, 14 4, 15 നേരെ തിരിയും 3, 16 2, 17 1, 18 0. അപ്പൊ എക്സിന്റെ സംയോജകത 2. വൈയുടെ സംയോജകത നമുക്കറിയാം, അല്ലെ തന്നെ വൈയുടെ സംയോജകത നമ്മളൊന്ന് കണ്ടുപിടിച്ചതാണ്. 1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടുപിടിച്ച വൈയുടെ സംയോജകത, അല്ലെ? ഈ രാസസൂത്രം എഴുതാൻ അടുത്ത സ്റ്റെപ്പിൽ നമുക്കറിയാം, വൈയുടെ മുകളിൽ കിടക്കുന്ന 1 എക്സിന്റെ അടിയിൽ പോരും, x1. എക്സിന്റെ മുകളിൽ കിടക്കുന്ന 2 വൈയുടെ അടിയിൽ പോകും. അപ്പം x1 y2. പിന്നെയും അടുത്ത സ്റ്റെപ്പ് നമുക്കറിയാം, 1 ആണെങ്കിൽ കാണിക്കണ്ട. അടുത്ത സ്റ്റെപ്പിൽ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങോട്ട് മാറ്റി എഴുതുന്നത്. 1 ആണെങ്കിൽ കാണിക്കണ്ട. അപ്പൊ എക്സ് വൈ 1 ആണെങ്കിൽ കാണിക്കണ്ട, വൈ 2 ആണെങ്കിൽ കാണിക്കണം. അപ്പൊ സംയുക്തത്തിന്റെ രാസസൂത്രം എന്താ കിട്ടുക? XY2. XY2.
എഴുതാത്തവരുണ്ടെങ്കിൽ എഴുതണേ. എങ്ങനെ എഴുതാം? ആ ക്വസ്റ്റ്യൻ ആൻസർ എക്സും വൈയും കൂടെ ചേർത്ത് എഴുതുക. എക്സിന്റെ സംയോജകത രണ്ടാം ഗ്രൂപ്പ് മൂലകമായതുകൊണ്ട് രണ്ടാണ്, അത് എക്സിന്റെ തലക്ക് മുകളിൽ എഴുതുക. വൈ 17ാം ഗ്രൂപ്പ് മൂലകമാണ്. വൈയുടെ സംയോജകത കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്, 1 ആണ്. 17 ആകുമ്പോൾ ബാഹ്യതമ ഷെല്ലിൽ 7 ഇലക്ട്രോൺ. അഷ്ടകം പൂർത്തിയാക്കാൻ 1 കൂടെ മതി. അപ്പം 8 ആക്കാൻ 1 കൂടെ മതി. വൈയുടേത് 1. അടുത്ത സ്റ്റെപ്പിൽ പരസ്പരം മാറ്റി എഴുതുക. എക്സിന്റെ വൈയുടെ 1 എക്സിന്റെ അടിയിൽ, എക്സിന്റെ 2 വൈയുടെ അടിയിൽ. അപ്പൊ x1 y2 എന്ന് വന്നത് കണ്ടോ? അടുത്ത സ്റ്റെപ്പിൽ 1 ആണെങ്കിൽ കാണിക്കണ്ട എക്സ്, xy2 കിട്ടിയോ? മനസ്സിലായോ? മനസ്സിലായി സാർ. If you have any doubt, മനസ്സിലായി സാർ. xy2 എന്ന് എഴുതിയല്ലോ. ഇനി ഇവയുടെ ഓക്സീകരണാവസ്ഥ കണ്ടുപിടിക്കണം. ആദ്യം എക്സിന്റെ ഓക്സീകരണാവസ്ഥ സിമ്പിൾ ആണ്. ഓക്സീകരണാവസ്ഥ എന്ന് പറഞ്ഞാൽ വാലൻസിക്ക് ചാർജ് കൊടുക്കുന്നതാണ്. വാലൻസി സംയോജകതകൾക്ക് ചാർജ് കൊടുക്കുന്നതാണ് ഓക്സീകരണാവസ്ഥ. എക്സിന്റെ സംയോജകത നമ്മൾ ഇതിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. എത്രയാ? 2. അപ്പം എക്സ് ആദ്യം എഴുതിയിരിക്കുന്ന ആൾ എപ്പോഴും ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാ ചെയ്യുന്നത്. അയാൾക്ക് പോസിറ്റീവാ ചാർജ്. അപ്പൊ എക്സിന്റെ ഓക്സീകരണാവസ്ഥ +2 എന്ന് കൊടുക്കാം. ഒന്നുകൂടെ പറയാം. സംയോജകതകൾക്ക് ചാർജ് കൊടുക്കും. സംയോജകതകൾക്ക് ചാർജ് കൊടുക്കുന്നതാണ് ഓക്സീകരണാവസ്ഥ. ഓക്കെ, പ്ലസോ മൈനസോ ചാർജ് കൊടുത്താൽ ഓക്സീകരണാവസ്ഥയായി. എക്സിന്റെ ഓക്സീകരണാവസ്ഥ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആളുടേത് പോസിറ്റീവ്, രണ്ടാമത്തെ ആളുടേത് നെഗറ്റീവ്. എക്സിന്റേത് +2 ആണെങ്കിൽ വൈയുടേത് -1 ആയിരിക്കും. കണ്ടോ? ആദ്യത്തെ ആളാണ് ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുക. അപ്പൊ എക്സിന്റെ ഓക്സീകരണാവസ്ഥ കൊടുക്കും. ആദ്യത്തെ ആൾക്ക് പോസിറ്റീവ് ചാർജ് കൊടുത്തേക്കുക. എക്സിന്റെ ഓക്സീകരണാവസ്ഥ +2 +2 ചാർജോടുകൂടി സംയോജകത പറഞ്ഞാൽ അതാണ് ഓക്സീകരണാവസ്ഥ. അപ്പം വൈയുടെ ഓക്സീകരണാവസ്ഥ, വൈയുടെ ഓക്സീകരണാവസ്ഥ എത്രയാ? വൈയുടെ സംയോജകത എത്രയാ? എത്രയാ? 1. അതിന് ചാർജ് കൊടുക്കണം. എക്സിന് നമ്മൾ +2 ആ കൊടുത്തത്, പ്ലസ് കൊടുത്തു. ആദ്യത്തെ ആൾക്ക് പോസിറ്റീവ് കൊടുക്കണം. രണ്ടാമത്തെ ആളുടെ ചാർജ് എന്തായിരിക്കും? മൈനസ്. ആദ്യത്തെ ആളുടെ ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ രണ്ടാമത്തെ ആളുടെ ചാർജ് മൈനസ് ആണ്. കാരണം ആദ്യത്തെ ആളാണ് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക, രണ്ടാമത്തെ ആളാണ് ഇലക്ട്രോണിനെ സ്വീകരിക്കുക. അപ്പം വൈയുടെ ഓക്സീകരണാവസ്ഥ -1. ഇനിയും മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഭയങ്കര സ്ലോയിലാ പോണത്. എഴുതിയോ? ഓക്കെ. അടുത്ത എസ് ബ്ലോക്ക് കഴിഞ്ഞു, പി ബ്ലോക്ക് കഴിഞ്ഞു. അടുത്ത ബ്ലോക്ക് ആണ് ഡി ബ്ലോക്ക്. അടുത്ത ബ്ലോക്ക് ഏത് ബ്ലോക്കാ? ഡി ബ്ലോക്ക്. ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ അവസാനത്തെ ഇലക്ട്രോൺ വന്നു ചേരുന്നത് ഡി സബ്ഷെല്ലിലാണ്. എസ് ബ്ലോക്കിന്റെ ആണെങ്കിൽ അവസാനത്തെ ഇലക്ട്രോൺ എസ് സബ്ഷെല്ലിൽ, പി ബ്ലോക്കിന്റെ ആണെങ്കിൽ പി സബ്ഷെല്ലിൽ. ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകത അവസാനത്തെ ഇലക്ട്രോൺ വന്നു ചേരുന്നത് ഡി സബ്ഷെല്ലിലാണ്. ഡി ബ്ലോക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് ചെയ്യണം. ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. ഒരു മൂലകം എഴുതാൻ പോവുകയാണ്, ടൈറ്റാനിയം. എനിക്ക് കാണാതെ അറിയാം അറ്റോമിക് നമ്പർ 22ആണ്. ടൈറ്റാനിയത്തിന്റെ അറ്റോമിക് നമ്പർ 22ആണ്. അപ്പൊ നമുക്ക് ബ്ലോക്ക് മനസ്സിലാക്കണം. ഇതിന്റെ ഒന്ന് ബ്ലോക്ക് മനസ്സിലാക്കണം. ഞാൻ എന്തെഴുതണം? സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതണം. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതിയാല് എനിക്ക് ഇതിന്റെ ബ്ലോക്ക് മനസ്സിലാവും. അപ്പം ഞാൻ എഴുതാൻ പോവാണ്, നിങ്ങൾ ഇതിന്റെ കൂടെ ഒന്ന് എഴുതിക്കൊള്ളണം. ആദ്യം 1s2 ഇങ്ങനെ പോവുക. 1s 2s 2p 3s 3p 3d 4s 1s 2s 2p 3s 3p 3d പിന്നെ 4s. എങ്ങനെ? 1s 2s 2p 3s 3p 3d 4s. അപ്പൊ 1s2 2s 2p 2s 2p 6 3s 3p 3d 3s2 3p 6 കണ്ടോ? അത് കഴിഞ്ഞാൽ 4s. ഇങ്ങനെയാണ് ഷെല്ലുകളുടെ ക്രമമെങ്കിലും 1s 2s 2p 3s 3p 3d 4s ഇങ്ങനെയാണ് ഷെല്ലുകളുടെ ക്രമമെങ്കിലും ഇലക്ട്രോൺ 4sൽ വെച്ചിട്ട് 3dയിലോട്ട് പോകും. അതോർത്തോളണം. ഇലക്ട്രോൺ സബ്ഷെല്ലുകളുടെ ഊർജ്ജം അനുസരിച്ചിട്ടാണ് ഇലക്ട്രോൺ വെക്കുക. ആദ്യം 1s2 2s2 2p6 ps2 3p6 അത് കഴിഞ്ഞിട്ട് 4sൽ വെച്ചിട്ടാണ് 3dയിലോട്ട് പോവുക. കാരണം
ഫോറസിനാണ് ഓപ്പ തത്വം അനുസരിച്ചിട്ട് ഊർജം കുറവ്. ഫോറസ് കഴിഞ്ഞിട്ട് എവിടെ ഇലക്ട്രോണിനെ വെക്കാൻ പാടുള്ളൂ? 3Dയിൽ. അതാണ് സബ്ഷെല്ലുകളുടെ ഊർജത്തിന്റെ ക്രമം പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ് ഓപ്പ തത്വം എന്നും പറഞ്ഞ്. 1s 2s 2p 3s 3p 4s 3d 4p 5s അങ്ങനെയാ ക്രമം. അതും കാണാതെ പഠിച്ചോളണം ഊർജം പോകുന്നത്. എങ്ങനെയാ ഊർജം പോവുക? 1s 2s 2p 3s 3p 4s 4s. അപ്പം ഇവിടം വരെ കൂട്ടുമ്പോൾ 2 4 10 12 18 18 4sൽ വെച്ചിട്ട് മുമ്പലത്തെ 3Dയിൽ വെക്കാവൂ. അപ്പൊ 4sൽ 2 വെച്ചു 20. ബാക്കി 2 എണ്ണത്തെ 3Dയിലോട്ട് വെക്കും. കണ്ടോ? ഇപ്പം ഏറ്റവും അവസാനത്തെ ഇലക്ട്രോൺ വന്നു ചേർന്നത് എസ് സബ്ഷെല്ലിലാണോ? എല്ലാരും ഇത് നോക്കിയിട്ട് എസ് എന്ന് എഴുതി വെച്ചാൽ തെറ്റാണ്. ഏറ്റവും അവസാനത്തെ ഇലക്ട്രോൺ വന്നു ചേരുന്നത് ഇപ്പോൾ ഡി സബ്ഷെല്ലിലാണ്. ഫോറസിൽ ഇലക്ട്രോണിനെ വെച്ചിട്ടാണ് നമ്മൾ എങ്ങോട്ട് ഇലക്ട്രോണിനെ വെച്ചത്? ഫോറസിൽ ഇലക്ട്രോണിനെ വെച്ചിട്ടാണ് 3Dയിലോട്ട് വെച്ചത്. അപ്പൊ ഏറ്റവും അവസാനത്തെ ഇലക്ട്രോൺ നമ്മൾ കൊണ്ടുപോയി ഏറ്റവും അവസാനം എഴുതിയത് ഡിയിലല്ലേ എഴുതിയത്? അപ്പൊ ഏറ്റവും അവസാനത്തെ ഇലക്ട്രോൺ ഡിയിൽ വന്നു ചേർന്നത് കൊണ്ട് ഇത് ഡി ബ്ലോക്ക് മൂലകമാണ്. ഏത് മൂലകമാണ്? ഡി ബ്ലോക്കിൽ പെടുന്ന മൂലകമാണ്. കണ്ടോ? അല്ലാതെ ഫോറസ് എന്ന് എഴുതിയപ്പോൾ ഈ എസ് ബ്ലോക്ക് എന്ന് നിങ്ങൾ എഴുതി വെക്കരുത് ചാടിക്കേറി. എപ്പോഴും ആലോചിച്ചോളണം, ഡി സബ്ഷെല്ല് പൂർണ്ണമായിട്ട് നിറയാത്തതുണ്ടോ? ഡി സബ്ഷെല്ലുണ്ടോ? ബി സബ്ഷെല്ലിൽ ഇലക്ട്രോണിനെ ഇനിയും നിറക്കാനുണ്ടോ? ഇവിടെ 2 ഇലക്ട്രോണേ ആയിട്ടുള്ളൂ. അടുത്ത വീണ്ടും ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ ആയിട്ട് കൊടുക്കുക. അപ്പൊ അതിന്റെ അർത്ഥം ഇത് ഡി ബ്ലോക്ക് ആണെന്നാണ് അർത്ഥം. ഡി സബ്ഷെല്ല് പൂർണ്ണമായിട്ടും നിറയാത്തതുണ്ടോ? ആലോചിച്ച് ചെയ്യണം. ഇത് ഡി ബ്ലോക്ക് ആണ്. പുറത്ത് ഏറ്റവും അവസാനം എസ് എന്ന് എഴുതിയത് എസ് ബ്ലോക്ക് എന്ന് കൊടുക്കരുത്. അപ്പൊ ഇതൊന്ന് ചെയ്തോ, ഇതൊന്ന് ഇലക്ട്രോൺ വിന്യാസം എഴുതിയിട്ട് കൊടുത്തേ. ഏത് ബ്ലോക്ക് ആണെന്ന് കൊടുക്കുക? ഡി ബ്ലോക്ക്. ബ്ലോക്ക് നമ്മൾ കണ്ടുപിടിച്ചു. ഡി ബ്ലോക്ക് ബ്ലോക്ക് ഡി ബ്ലോക്ക്. ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓരോന്നിനും ഓരോ രീതിയിലാണ്. ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ എസിലെ ഇലക്ട്രോൺ പ്ലസ് ഡിയിലെ ഇലക്ട്രോൺ എസ് പ്ലസ് ഡി സിമ്പിൾ ആയിട്ട് എഴുതി വെക്കുക. എസ് പ്ലസ് ഡി. ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? ബാഹ്യതമ എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം. ഏറ്റവും അവസാനം എഴുതിയ എസ് സബ്ഷെൽ ബാഹ്യതമം, അതാണ് ഏറ്റവും അവസാനം എഴുതിയ എസ് സബ്ഷെൽ, അതിലെ ഇലക്ട്രോണുകളുടെ എണ്ണം പ്ലസ് ഉള്ളിലുള്ള ഡി സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം. ഇത് രണ്ടും കൂടെ കൂട്ടണം. സിമ്പിൾ ആയിട്ട് പറയാം, ഇത് രണ്ടും കൂടെ കൂട്ടണം. എസിലെയും ഡിയിലെയും എസ് പ്ലസ് ഡി ഇങ്ങനെ ഓർത്താൽ മതി. എസ് പ്ലസ് ഡി ബാഹ്യതമ എസ് പ്ലസ് ഡി. അപ്പൊ ബാഹ്യതമ എസ് പ്ലസ് ഡി കൂട്ടുമ്പോൾ എസിൽ എത്രയുണ്ട്? 2. ഡിയിൽ എത്രയുണ്ട്? 2. 2 2 എത്രയാ? 4. തെറ്റിക്കരുത്, ഓരോന്നിനും പ്രത്യേക രീതിയിലാ. ബി ബ്ലോക്ക് ആണെങ്കിൽ 12 കൂട്ടണം. ബി സബ്ഷെല്ല് പ്ലസ് 12. ഇവിടെ ആണെങ്കിൽ എസ് പ്ലസ് ഡി ഗ്രൂപ്പ് നമ്പർ എത്രയാ? 12. സോറി 4. അപ്പൊ ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്ന റൂൾ എന്ന് നിങ്ങൾ അവിടെ എഴുതി വെച്ചോളേ. ഗ്രൂപ്പ് സമം ഡി ബ്ലോക്കിന്റെ ആണെങ്കിൽ നിങ്ങൾ കൊടുക്കണം ഗ്രൂപ്പ് സമം എസ് സബ്ഷെല്ലില്. ഡി ബ്ലോക്ക് എന്ന് ഹെഡിങ് എഴുതണേ. ഡി ബ്ലോക്ക് എന്ന് ഹെഡിങ് എഴുതിയിട്ട് ഈ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ബ്ലോക്ക് കണ്ടുപിടിക്കുക. ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോൺ സിമ്പിൾ ഓർക്കാം. എസ് പ്ലസ് ഡി എന്ന് ഓർത്താൽ മതി. ഇലക്ട്രോൺ പ്ലസ് ഡി സബ്ഷെല്ലിലെ ഇലക്ട്രോൺ. എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോൺ പ്ലസ് ഡി സബ്ഷെല്ലിലെ ഇലക്ട്രോൺ. അതാണ് ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഡി ബ്ലോക്ക് എന്ന് എഴുതിയിട്ട് ഈ ഫോർമുല എഴുതിക്കൊള്ളണം. ഈ ക്വസ്റ്റ്യൻ എഴുതണം. ബ്ലോക്ക് കണ്ടുപിടിക്കണം. ഗ്രൂപ്പ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എഴുതണം. ഗ്രൂപ്പ് കണ്ടുപിടിക്കണം. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? ഉച്ചത്തെ ചോദിക്കണേ, കേൾക്കുന്നില്ല. അമീർ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞാൻ കേൾക്കുന്നില്ല ഒന്നും. അല്ല, ഓഡിയോ മ്യൂട്ട് ചെയ്യണമെങ്കിൽ അത് മ്യൂട്ട് ചെയ്തേക്കണം. ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിച്ചോ? മനസ്സിലായോടോ? ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? പീരീഡ് എത്രയാണോ? ഇതിന്റെ പീരീഡ് എത്രയാ? 4.
പിരീഡ് എല്ലാത്തിനും ഒരേപോലെയാണ്. പിരീഡ് മാറ്റമില്ല. 1, 2, 2, 3, 3, 3, 4. ഉയർന്ന ഷെൽ നമ്പർ 4 അല്ലേ? അപ്പൊ പിരീഡ് എത്രയാ? 4. 4. ഓക്കെ. പിരീഡ് 4. ഓക്കെ. ഇത് എഴുതിയായിരുന്നോ ഗ്രൂപ്പ്? ഈ കാര്യങ്ങളൊക്കെ എഴുതിയോ? ഫോട്ടോ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം എഴുതിയോ? എഴുതി. അർജുൻ ലാൽ ഇതിന്റെ നോട്ടൊന്ന് കാണിച്ചേ. എഴുതിയത് വീഡിയോ അർജുൻ ലാൽ. അർജുൻ ലാല് അടുത്ത ദിവസം പേരന്റുമായിട്ട് നിന്റെ പേരന്റിനെ വിളിപ്പിക്കുന്നുണ്ട്. സ്കൂളിൽ വരണം, കേട്ടല്ലോ? അല്ലെങ്കിൽ ഇപ്പൊ തന്നെ വീഡിയോ ഓൺ ചെയ്ത് കാണിച്ചതാ. ഒന്ന് പറ, എന്തെങ്കിലും ഒന്ന് വർത്താനം പറ. അർജുൻ ലാലിനെ അറിയാവുന്ന കുട്ടികളുണ്ടോ? അവൻ എന്തെങ്കിലും സംസാരിക്കാൻ വിഷമമൊക്കെ ഉള്ള കുട്ടിയാണോ? അല്ല സാറേ. അല്ല. ഒന്ന് പറയുന്ന കൂടെ ഇല്ല. അപ്പം അവന്റെ പേരന്റ് അടുത്ത ദിവസം സ്കൂളിൽ വന്നോളണം, കേട്ടോ? നോട്ട്ബുക്കുമായിട്ട് സ്കൂളിൽ വരണം. ഇങ്ങനെ സംസാരിക്കാത്ത വീഡിയോ കാണിക്കാത്ത പിള്ളേരെ വിളിച്ചു വരുത്താം. തുടക്കാമല്ലോ. അടുത്തത് ടൈറ്റാനിക് ഞാൻ എഴുതി ഇച്ചിരി സ്പീഡിൽ തന്നെ, കാരണം നിങ്ങൾ ഏറ്റവും സ്ലോയിലാണ് ഞാൻ പോകുന്നത്. അടുത്തത് വനേഡിയം അറ്റോമിക് നമ്പർ 23 ചെയ്തേ. വനേഡിയം അറ്റോമിക് നമ്പർ 23. എന്താണ് നിങ്ങളുടെ ഡ്യൂട്ടി? ബ്ലോക്ക് കണ്ടുപിടിക്കണം, ഗ്രൂപ്പ് കണ്ടുപിടിക്കണം, പീരീഡ് കണ്ടുപിടിക്കണം. ബ്ലോക്ക്, ഗ്രൂപ്പ്, പീരീഡ് ഒന്ന് കണ്ടുപിടിച്ചേ. ക്ലിയർ ആണോ ബോർഡ് എഴുതിയത്? എനിക്ക് തോന്നുന്നു ഇച്ചിരി ഇതിന്റെ ഇവിടെ നെറ്റ് ഭയങ്കര സ്ലോ ആണ്. അതുകൊണ്ട് ഞാൻ ലാപ്പിൽ റെക്കോർഡ് ചെയ്യുന്നതിന് ക്ലാരിറ്റി ഭയങ്കരമായിട്ട് കുറവാണ്. നെറ്റ് എത്ര സ്പീഡാണോ അത്രയും ക്ലാരിറ്റി ആയിട്ട് നമുക്ക് ബോർഡ് കാണാൻ പറ്റും. അല്ലാതെ ചെറിയ ലൈറ്റിന്റെ പ്രോബ്ലം ഉണ്ട്. നെറ്റിന്റെ സ്ലോ കൊണ്ടാണ് നിങ്ങൾക്ക് അത്ര ബോർഡ് ക്ലിയർ അല്ലാത്തതായിട്ട് തോന്നുന്നത്. വനേഡിയം അറ്റോമിക് നമ്പർ 23. നിങ്ങൾ എന്താ ഡ്യൂട്ടി? ബ്ലോക്ക്, ഗ്രൂപ്പ്, പീരീഡ് കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചു. നോക്കൂ, അറിയാൻ മേലാത്തവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി പറയുന്നു. ആദ്യം 1s 2, 1s 2s 2p 3s 3p 3d 4s. അപ്പൊ 1s 2, 2s 2, 2p 6, 3s 2, 3p 6, 3p കഴിഞ്ഞാൽ 3d 4s. ഇവിടെ വരെ നിർത്തുക. 2, 4, 10, 12, 18. ഇനി ഇലക്ട്രോൺ വെക്കുന്നത് 4sലാണ്. അത് കഴിഞ്ഞിട്ടാണ് 3dയിൽ വെക്കേണ്ടത്. 4s വെച്ചിട്ട് വേണം എവിടെ വെക്കാൻ? 3dയിൽ വെക്കാൻ. ഇവിടെ വെച്ചിട്ട് ഫ്രണ്ടിലോട്ട് വെക്കണം. അപ്പൊ 4s 2, 20. ടോട്ടൽ 23 ആണ്. 23. ബാക്കി 3 എണ്ണം 3dയിൽ. ഇനി നോക്കൂ, ഇത് കണ്ടിട്ട് എസ് ബ്ലോക്ക് എന്ന് ആരെങ്കിലും എഴുതി വെക്കുവോ? പാടില്ല. ഡി സെപ്ഷനിലാണ് ഇനിയും നിറയാനുള്ളത്. ഡി സെപ്ഷനിലാണ് നിറച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ബ്ലോക്ക് ഡി ബ്ലോക്ക് ആണ്. അവസാനത്തെ ഇലക്ട്രോൺ വന്നു ചേർന്നത് ഡി സെപ്ഷനിലാണ്. ഡി ബ്ലോക്ക്. അടുത്തത് ഗ്രൂപ്പ് നമ്പർ. ബി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? എസ് സെപ്ഷനിലെ ഇലക്ട്രോണുകളുടെ എണ്ണം പ്ലസ് ഉള്ളിലുള്ള ഡി സെപ്ഷനുകളുടെ ഇലക്ട്രോണുകളുടെ എണ്ണം 2. എസ് സെപ്ഷനിൽ 2, ഉള്ളിലുള്ള ഡിയിൽ 3. 2 3 കൂടെ കൂട്ടിയാൽ എത്രയാ? 5. പീരീഡ് എത്രയാ? പീരീഡ് സംശയില്ല, 4. പീരീഡ് എല്ലാത്തിനും ഒരേപോലെയാ. ഡി ബ്ലോക്ക് മൂലകങ്ങൾ അവസാനത്തെ ഇലക്ട്രോൺ വന്നു ചേരുന്നത് ബാഹ്യതമ ഷെല്ലിലല്ല. ബാഹ്യതമ ഷെല്ലിന്റെ ഉള്ളിലുള്ള ഡി സെപ്ഷനിലാണ് ഇലക്ട്രോൺ വന്നു ചേരുക. ബാഹ്യതമ ഷെല്ല് അതിന്റെ ഉള്ളിലുള്ള ഊർജ്ജം അനുസരിച്ച് ടി ആണ് പുറത്ത്. ഊർജ്ജം അനുസരിച്ച് ബാഹ്യതമ ഷെല്ലിന്റെ ഉള്ളിലുള്ള ഡി സെപ്ഷനിലാണ് ഇലക്ട്രോൺ വന്നു ചേരുക. അതുകൊണ്ട് അതെ 4. അടുത്തൊരു ക്വസ്റ്റ്യൻ. ക്രോമിയം. തുടക്കുവാണെ ഒരുമിച്ച് എഴുതണം. ഇനി ഞാൻ എഴുതണമെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ക്രോമിയം 24. മൊബൈൽ ഓൺ ചെയ്ത് വെച്ചിട്ട് വീട്ടിൽ മാറിയിരിക്കുന്ന അർജുൻ ലാല്, ഒരു ചോദ്യത്തിന് പോലും ഉത്തരം പറയാത്ത, ഞാൻ വിളിച്ചിട്ട് കേൾക്കാത്ത അർജുൻ ലാലിനോട് പ്രത്യേകം ഞാൻ പറയുന്നു, അടുത്ത ദിവസം സ്കൂളിൽ കൊണ്ടുവന്ന് ബുക്ക് കാണിക്കണം.
10C അല്ലേ അർജുനിലാല്? അതെ സാറേ. ആ, അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. ഒരു ടെക് ഈറ്റ് എന്നങ്ങാണ്ട് പറഞ്ഞ ഒരു ട്രാവൽ ബ്ലോഗ് എന്നങ്ങാണ്ട് പറഞ്ഞ അച്ചു ടെക് ആൻഡ് ബ്ലോഗ്, ക്രോമിയം 24 വീഡിയോ കാണിച്ച് അച്ചു ടെക് ആൻഡ് ബ്ലോഗ്. അങ്ങനെ കയറിയിരിക്കുന്ന ആരാ അച്ചു ടെക് ആൻഡ് ബ്ലോഗ് എന്ന് പറഞ്ഞു? മോനെ നോട്ട്ബുക്ക് ഒന്ന് കാണിച്ചേ നിന്റെ. ആ, ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ആ, ഓക്കെ ഓക്കെ ഓക്കെ. വീഡിയോ ക്ലോസ് ചെയ്തോ. ആ, ക്ലോസ് ചെയ്തോ. ഞാൻ ചോദിച്ചോളാം. ക്ലോസ് ചെയ്തോ. മോനെ, ക്രോമിയം അറ്റോമിക് നമ്പർ 24 ആണ് മക്കളെ. അപ്പൊ ഇതിന്റെ സബ്സ്ട്രേറ്റ് ഇലക്ട്രോൺ വിന്യാസം എല്ലാവരും എഴുതിയോ? ആ, ഒരു മിനിറ്റ് കൊടുക്കട്ടെ, എഴുതാത്തവര് കാണും. എഴുതി സാർ. എഴുതി. അങ്ങനെയാണെങ്കിൽ ഈ മണിമോൻ കരുൺ ഒന്ന് പറയാവോ? സബ്സ്ട്രേറ്റ് ഇലക്ട്രോൺ വിന്യാസം ഒന്ന് വായിക്കാവോ? ആയിക്കട്ടെ. 1s2 2s2 2p6 3s2 3p6 4s2 3d4. 4s2 3d4. നീ അങ്ങനെയാണ് ഇവിടെ എഴുതുന്നത്. 4s കഴിഞ്ഞിട്ട് 3d അങ്ങനെ എഴുതിയാൽ അല്ല, അങ്ങനല്ല സാർ എഴുതുന്ന. അല്ല, 3d 4 ആദ്യം എഴുതിട്ട് 4s2 എഴുതും ഞാൻ പറഞ്ഞപ്പോ. അങ്ങനെ. അതെ, ചിലർ ട്യൂഷൻ സെന്ററിൽ പഠിപ്പിക്കുന്ന അനുസരിച്ചിട്ട് അങ്ങ് സത്യത്തിൽ കൂടുതൽ ശരി ഇതാണ് എഴുതുന്നത്. ഇങ്ങനെ എഴുതണം. 1s 2s 2p 3s 3p 3d എഴുതണ അങ്ങനെ തന്നെ എഴുതണം. 4s എന്നിട്ട് ഏറ്റവും അവസാനം എഴുതുക. പക്ഷെ ഇലക്ട്രോണിനെ വെക്കുമ്പോൾ 4s വെച്ചിട്ട് വേണം 3d വെക്കാൻ. അപ്പോഴും കാർത്തിക് ഒരു കാര്യം തെറ്റിച്ചിട്ടുണ്ട്. ഇതിന് 4s2 3d4 എന്ന് ഇതിന്റെ ഇലക്ട്രോൺ വിന്യാസം കാർത്തിക് എഴുതി. ഓക്കെ, അങ്ങനെയൊക്കെയാണ് കാർത്തിക് എഴുതിയത്. പക്ഷെ അതിലൊരു തെറ്റുണ്ട്. ക്രോമിയത്തിനും കോപ്പറിനും പ്രത്യേകതയുണ്ട്. 18 ഇവിടെ വരെ 18ആയി. 18 പിന്നെ ഇവിടെ 2 20 4 24 ഡി സബ്സ്ട്രേറ്റിലാവുന്ന ചേർന്ന് ഡി ബ്ലോക്കാ. പക്ഷെ ഇലക്ട്രോൺ വിന്യാസം ശരിയായിട്ടല്ല എഴുതിയത്. ക്രോമിയത്തിനും കോപ്പറിനും പ്രത്യേകതയുണ്ടെന്ന് പറഞ്ഞ് ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചതാ. എന്താണ്? ക്രോമിയത്തിനും കോപ്പറിനും പകുതി നിറഞ്ഞതും പൂർണ്ണമായി നിറഞ്ഞതുമായ സബ്ഷെല്ലുകൾ കൂടുതൽ സ്ഥിരത കാണിക്കും. പകുതി നിറഞ്ഞതും പൂർണ്ണമായി നിറഞ്ഞതുമായ സബ്ഷെല്ലുകൾ. പകുതി നിറയുക ഡി സബ്ഷെല്ല് പകുതി നിറയുക എന്ന് പറഞ്ഞാൽ D5. ഡി സബ്ഷെല്ല് പൂർണ്ണമായി നിറയുക എന്ന് പറഞ്ഞാൽ D10. നോക്കൂ, ക്രോമിയത്തിന് ഡി സബ്ഷെല്ലിൽ 4 ഇലക്ട്രോൺ ആണ്. പകുതിയാക്കാൻ എത്ര ഇലക്ട്രോൺ മതി? പകുതിയാക്കുക, D5 ആക്കുക. എത്ര ഇലക്ട്രോൺ മതി? 1 ഇലക്ട്രോൺ മതി. അപ്പം 4s 2 വെക്കത്തില്ല. 4s 1 വെക്കും. ഡിയിൽ ബാക്കിയുള്ള ആ 1 എടുത്ത് ഡിക്ക് കൊടുക്കും. കണ്ടോ? ഇങ്ങനെ ക്രോമിയം സ്ഥിരതയ്ക്ക് വേണ്ടി ഒരു അറേഞ്ച്മെന്റ് നടത്തും. ക്രോമിയവും കോപ്പറും മാത്രമേ നടത്തത്തുള്ളൂ. ക്രോമിയത്തിന്റെ എസ് സബ്ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണ് വെക്കേണ്ടത്. പക്ഷെ 2 ഇലക്ട്രോണിനെ വെക്കത്തില്ല. ഒരെണ്ണത്തെ വെക്കും. ബാക്കി ഒരെണ്ണം വരുമല്ലോ. ആ ബാക്കി വന്ന ഒരെണ്ണത്തെ ഡിക്ക് കൊടുക്കും. D5 പകുതി നിറഞ്ഞു. ഡി സബ്ഷെല്ലിൽ എങ്ങനെ നിറഞ്ഞു? പകുതി. 1 ഇലക്ട്രോൺ മാത്രം വ്യത്യാസം വരുമ്പോഴേ ഇങ്ങനെ നടക്കുക. D3 ആണെങ്കിൽ ഇങ്ങനെ നടക്കത്തില്ല. D4 വരുമ്പോഴേ ഇങ്ങനെ നടക്കത്തുള്ളൂ. കണ്ടോ? ക്രോമിയത്തിന്റെ ആ രീതിയിൽ എഴുതിയാൽ തെറ്റാണ്. പക്ഷെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഗ്രൂപ്പും ബ്ലോക്കും പീരീഡും ഒക്കെ ആൻസർ കറക്റ്റ് ആയിരിക്കും. പക്ഷെ ശരിയായ ഇലക്ട്രോൺ വിന്യാസം, കാരണം ഇത് രണ്ടും കൂടെ കൂട്ടുന്നതാണ് ഗ്രൂപ്പ്. ശരിയായ ഇലക്ട്രോൺ വിന്യാസം ഇതാണ്. മറ്റേത് എഴുതിയാൽ തെറ്റാണ്. അത് വേറൊരു കാര്യം. ഗ്രൂപ്പ് ബ്ലോക്ക് നമുക്കറിയാം. ബ്ലോക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും ബ്ലോക്ക് ഏതാ? ബ്ലോക്ക്. ഗ്രൂപ്പ് ഏതാ? 6. ഗ്രൂപ്പ് 6. പീരീഡ് എത്രയാ? 4. ആൻസർ നമുക്ക് കറക്റ്റ് വരും. പക്ഷെ ശരിയായ ഇലക്ട്രോൺ വിന്യാസം ഇതാണ്. ഓക്കെ. പീരീഡ് 4. സ്പീഡിൽ എഴുതൂ. എഴുതിയല്ലോ? തുറക്കാലോ? അടുത്തത് നിക്കൽ. എന്നോടൊപ്പം വന്നം കേട്ടാ. നിക്കൽ അറ്റോമിക് നമ്പർ 28. നിക്കൽ അറ്റോമിക് നമ്പർ 28 ചെയ്യണേ. എന്ത് കണ്ടുപിടിക്കണം നിങ്ങളുടെ ഡ്യൂട്ടി? സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതി ബ്ലോക്ക് ഗ്രൂപ്പ് പീരീഡ് എഴുതുക. എഴുതുമ്പോൾ 1s 2s 2p 3s 3p 3d 4s എന്ന് എഴുതുക. പക്ഷെ ഇലക്ട്രോണിനെ നടക്കുമ്പോൾ 1s 2s 2p 3s 3p 4s വെച്ചിട്ട് 3d വെക്കുക.
1s 2s 2p 3s 3p 4s 3d 4p 5s 4d 5p 6s 4f 5d 6p 7s അങ്ങനെയാണ് പോവുക ഊർജം. എഴുതി സാർ. എഴുതി. പറയാവോ? ആരാ ഇപ്പൊ പറഞ്ഞത്? മോൻ തന്നെയാണോ? അച്ചു ആണോ? അച്ചു ടെക്. അച്ചു എന്ന് പറഞ്ഞേ. ബ്ലോക്കാണ്. 2s 2p6 3s2 3p6 3d 4s 4s2 ഫോറസ്റ്റിൽ 2 3D എത്ര? 2 4 10 12 18 ഫോറസ്റ്റിൽ 2 20 എന്നിട്ട് മുമ്പത്തെ 3D വെക്കണം 28 അല്ലേ? ഇത് ഏത് ബ്ലോക്കാ പെടുക? അവസാനം ഡി സബ് ഷെല്ലിലല്ലേ വന്ന് ചേർന്നത് ഇലക്ട്രോൺ. അതെ, ബാഹ്യത മെറ്റലിന്റെ ഉള്ളിലുള്ള ഡി സബ് ഷെല്ലിലാണ് ഇലക്ട്രോൺ വന്ന് ചേർന്നത്. അപ്പൊ ബ്ലോക്ക് നമുക്ക് കിട്ടി. ബ്ലോക്ക് ഡി ബ്ലോക്ക്. ബ്ലോക്ക് ഡി ബ്ലോക്ക് എന്ന് കിട്ടിയത് കണ്ടോ? ബ്ലോക്ക് ഏതാ? ഡി ബ്ലോക്ക്. നിങ്ങൾക്ക് ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കണം. ഗ്രൂപ്പ് നമ്പർ. ഗ്രൂപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെയാ? ഇത് രണ്ടും കൂടെ കൂട്ടണം. 8 രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര വരും? 10. ഇനി ഞാൻ പറയേണ്ട കാര്യമില്ല. 4. 4. ഓക്കെ. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഇന്നത്തെ കൊണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഈ ചെയ്യിക്കുന്ന ക്വസ്റ്റ്യൻ നിർത്തും. പിന്നെ ഇച്ചിരി കൂടെ പറയും എന്നിട്ടേ ഉള്ളൂ കേട്ടോ. ഞാൻ തുടക്കുവാണ്. സമയം കഴിഞ്ഞ് ചെയ്യേണ്ട. ലാസ്റ്റ് കോപ്പർ. ശ്രദ്ധിക്കണം. കോപ്പറിന്റെ ഇലക്ട്രോൺ വിന്യാസം തെറ്റിക്കരുത്. ശ്രദ്ധിക്കണം. സൂക്ഷ്മതയോടെ ചെയ്യേണ്ട കാര്യമാണ് കോപ്പറിന്റേത്. എന്താ നിങ്ങളുടെ ഡ്യൂട്ടി? കോപ്പറിന്റെ കാണാൻ പറ്റുന്നില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഭയങ്കരമായിട്ട് നെറ്റ് സ്ലോ ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കാണാൻ പറ്റാതെ വരുന്നത്. ഞാൻ ഇച്ചിരി കൂടെ മാറ്റി എഴുതാം. ഇത്രയും നേരം നിങ്ങൾക്ക് ഒരുമാതിരിയൊക്കെ കാണാൻ പറ്റായിരുന്നു. പിന്നെ കാണാൻ പറ്റാത്തതിന്റെ കുഴപ്പം ബോർഡിന്റെയോ ലൈറ്റിന്റെയോ കുഴപ്പമല്ല. അത് മെയിൻ ആയിട്ട് നെറ്റ് സ്ലോ ആവുന്ന ഒരു കുഴപ്പമാണ്. കോപ്പർ അറ്റോമിക് നമ്പർ 29. ഒരു പണി കാണിച്ചു തരാം. ഇപ്പൊ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇപ്പൊ കാണാവോ? കാണാം സാർ, കാണാം. ഞാൻ ലൈറ്റ് കുറച്ചു. വന്നിട്ടും ഒരു ലൈറ്റ് കുറച്ചിട്ടും കാണലൊക്കെ കണക്കാ. അതിൽ നല്ല ഇങ്ങനെ തന്നെ കാണല. ഇപ്പൊ കാണാലോ? കാണാൻ പറ്റുന്നുണ്ട് സാർ. കാണാൻ പറ്റുന്നുണ്ട് സാർ. കാണാൻ പറ്റുന്നില്ല? പറ്റുന്നുണ്ട്. കോപ്പർ 29 സ്പീഡിൽ എഴുതിക്കോ. സ്പീഡിൽ എഴുതി സാർ. തെറ്റിക്കരുത്. അഫ്സൽ ഒന്ന് പറയാമോ? അഫ്സൽ എഴുതിയോ? അമീർ എഴുതിയോ? ഇല്ല സാർ. അമീർ എഴുതിയോ? എഴുതി സാർ. അമീറ ഒന്ന് പറഞ്ഞോ. അമീറ 1s2 2s2 2p6 3s2 3p6 3d9 4s2. ഞാൻ ഇത് പല ആവർത്തി ഞാൻ പറഞ്ഞു. ഇത് തെറ്റിക്കരുത്. ഒരു ചെറിയ തെറ്റുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതാണ് കോപ്പറിനും ക്രോമിയത്തിനും പ്രത്യേകതയുണ്ട്. നമ്മൾ ഒരു ക്ലാസ്സിൽ സെപ്പറേറ്റ് പഠിച്ചതാ അല്ലേ? ഡി സബ്ഷെല്ലിൽ പകുതി നിറയുമ്പോഴും പൂർണ്ണമായി നിറയുമ്പോഴും കൂടുതൽ സ്ഥിരതയുണ്ടെന്ന് പറഞ്ഞു. ഡി സബ്ഷെല്ല് പകുതി നിറയുമ്പോഴും പൂർണ്ണമായി നിറയുമ്പോഴും കൂടുതൽ സ്ഥിരതയുണ്ട്. ഡി സബ്ഷെല്ല് പകുതി നിറയുക എന്ന് പറഞ്ഞാൽ D5 വരിക. പൂർണ്ണമായി നിറയുക എന്ന് പറഞ്ഞാൽ ഡിയിൽ എത്ര വരിക? D10 വരിക. D10 വരിക. ഇവിടെ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഡിയിൽ 9 ഉള്ളൂ. പൂർണ്ണമായി നിറയാൻ എത്ര ഇലക്ട്രോണിന്റെ വ്യത്യാസമാണ് ഉള്ളത് അമീറെ? 1 ഇലക്ട്രോൺ. പൂർണ്ണമായി നിറയാൻ D9. 1 ഇലക്ട്രോൺ. അപ്പൊ എന്ത് ചെയ്യും? ഫോറസിൽ 2 നടക്കത്തില്ല. ഫോറസിൽ 1 നടക്കും. ഫോറസിൽ എത്ര നടക്കും? ഒരെണ്ണം. ബാക്കിയുള്ള ഒരെണ്ണത്തെ എങ്ങോട്ട് കൊടുക്കും? 3Dയിലോട്ട്. അങ്ങനെ എഴുതാവും. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രണ്ടുപേരുടെ കാര്യത്തിൽ പ്രത്യേകം മൈൻഡിലോട്ട് വരണം. പ്രോപ്പറും ക്രോമിയവും. D10 4s1. ബ്ലോക്ക് ഡി ബ്ലോക്ക്.
ഗ്രൂപ്പ് പിന്നീട് നേരത്തെ എഴുതിയതുപോലെ എഴുതിയാലും ഗ്രൂപ്പ് ഒക്കെ കറക്റ്റ് ആയിരിക്കും. കാരണം ഇത് രണ്ടും കൂടെ കൂട്ടുന്നതാ. ഇവിടെ 9 വന്നിട്ട് ഇവിടെ 2 വന്നാലും ഇവിടെ 10 തൊട്ട് വന്നാലും കറക്റ്റ്. പക്ഷെ നമ്മൾ ഇലക്ട്രോൺ വിന്യാസം എഴുതി തെറ്റിപ്പോയി. നമ്മൾ അങ്ങനെ തെറ്റെഴുതേണ്ട കാര്യമില്ലല്ലോ, പറഞ്ഞ പോലെ എഴുതണ്ടേ. ഗ്രൂപ്പ് 10 ഒന്നും 11 ശ്രദ്ധിക്കണം. കോപ്പറും ക്രോമിയം. പീരീഡ് 4. പീരീഡ് ഗ്രൂപ്പ് 10 ഒന്നും 11 ഇനിയും പറയണോ? ഗ്രൂപ്പ് ഇതേ പ്ലസ് ഇതേ 10 ഒന്നും 11. പീരീഡ് 4. മനസ്സിലായല്ലോ? വളരെ ഇമ്പോർട്ടന്റ് ആകട്ടെ ഇത്. നടക്കട്ടെ. ഇനി ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പും പീരീഡും ഒക്കെ കണ്ടുപിടിച്ചു. അടുത്ത ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ അടുത്ത പ്രത്യേകതകളാണ്. നമ്മൾ എപ്പോഴും അങ്ങനെ പഠിക്കും. ആദ്യം എസ് ബ്ലോക്ക് ഗ്രൂപ്പ് പീരീഡ് കണ്ടുപിടിച്ചു, പിന്നെ അതിന്റെ പ്രത്യേകത പഠിച്ചു. പിന്നെ പി ബ്ലോക്ക് ഗ്രൂപ്പ് പീരീഡ് അതൊക്കെ കണ്ടുപിടിച്ചിട്ട് അതിന്റെ പ്രത്യേകത പഠിച്ചു. അടുത്തത് ഡി ബ്ലോക്ക് ഗ്രൂപ്പും പീരീഡും ബ്ലോക്കും കണ്ടുപിടിച്ചു. ഇനി ഇവയുടെ പ്രത്യേകതയാണ് ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതകൾ, അവയുടെ ക്യാരക്ടറിസ്റ്റിക്, അവയുടെ സ്വഭാവ സവിശേഷതകൾ. ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതകൾ, അവയുടെ സ്വഭാവ സവിശേഷതകൾ. ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ. ഒന്നാമത്തെ കാര്യം ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ സ്വഭാവ സവിശേഷതകളിൽ ഒന്നാമത്തേത്, ഡി ബ്ലോക്ക് മൂലകങ്ങളെല്ലാം ലോഹങ്ങളാണ്. ഡി ബ്ലോക്ക് മൂലകങ്ങളെല്ലാം എന്താണ്? ലോഹങ്ങൾ തന്നെയാണ്. ഡി ബ്ലോക്ക് മൂലകങ്ങളെല്ലാം ലോഹങ്ങളാണ്. നമ്മുടെ അയൺ, സ്വർണം, കോപ്പർ അതെല്ലാം ലോഹങ്ങളല്ലേ? ഇച്ചിരി കട്ടിയുള്ള ലോഹങ്ങളാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ. ഇനി ഇവയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സംക്രമണ മൂലകങ്ങൾ. ഇവ ഏത് പേര് വിളിക്കും? സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കും. ഇവയെ അങ്ങനെ വിളിക്കാനുള്ളതിന്റെ കാരണം ഇപ്പുറത്തെ സൈഡിൽ ഇത് ഇങ്ങനെയാണ് പീരിയോഡിക് ടേബിളിന്റെ സ്ഥാനം. അതൊന്ന് ഞാൻ കാണിച്ചു തരാം. പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് ഇതേപോലെയാണ്. ആദ്യം ഒന്നാമത്തെ ഗ്രൂപ്പ്, പിന്നെ രണ്ടാമത്തെ ഗ്രൂപ്പ്. ഇത് രണ്ടും എസ് ബ്ലോക്കിലാണ് പെടുക. 1ഉം 2ഉം എസ് ബ്ലോക്കിൽ. ഒന്നാമത്തെ ഗ്രൂപ്പും രണ്ടാമത്തെ ഗ്രൂപ്പും എസ് ബ്ലോക്കിൽ. ഇങ്ങോട്ട് ഇച്ചിരി മാറ്റി കാണിക്കാം. 1ഉം 2ഉം എസ് ബ്ലോക്കിൽ. പിന്നെ 3 മുതൽ 12 വരെ ഇടക്കുള്ളത് 3 മുതൽ 12 വരെ അതാണ് നമ്മുടെ ഡി ബ്ലോക്കിലുള്ളത്. 3 മുതൽ 12 വരെ ഡി ബ്ലോക്ക്. 13 മുതൽ 18 വരെ ഇപ്പറയുള്ളത് പി ബ്ലോക്ക്. 1ഉം 2ഉം എസ് ബ്ലോക്ക്, ഇത് ഡി ബ്ലോക്ക്, ഇപ്പറേ പി ബ്ലോക്ക്. അപ്പൊ എസ് ബ്ലോക്കിൽ ലോഹങ്ങളാണ് കൂടുതലും. എസ് ബ്ലോക്കിൽ എല്ലാം ലോഹങ്ങളാണ്. പി ബ്ലോക്കിൽ കുറെ അലോഹങ്ങളുണ്ട്. പി ബ്ലോക്കിൽ കുറെ എന്തുണ്ട്? അലോഹം, ലോഹമല്ലാത്ത ഓക്സിജൻ, ഫ്ലൂറിൻ അതേപോലത്തെ സംഭവങ്ങളൊക്കെ, നൈട്രജൻ ഒക്കെ പി ബ്ലോക്കിലാണ് ഉള്ളത്. അപ്പം എസ് ബ്ലോക്കിലെ ലോഹങ്ങളിൽ നിന്നും പി ബ്ലോക്കിലെ അലോഹങ്ങളിലേക്കുള്ള ക്രമമായ മാറ്റമാണ് ഇവ കാണിക്കുക. എങ്ങനെയാണ്? എസ് ബ്ലോക്കിൽ മുഴുവൻ ലോഹങ്ങളാണ്, പി ബ്ലോക്കിൽ കൂടുതലും അലോഹങ്ങളാണ്. ലോഹങ്ങളിൽ നിന്നും അലോഹങ്ങളിലേക്കുള്ള ഒരു ക്രമമായ മാറ്റം, പതുക്കെ പതുക്കെയുള്ള ക്രമമായ മാറ്റം സൂചിപ്പിക്കുന്നത് കൊണ്ട് ഇവയെ വിളിക്കുന്ന പേര് സംക്രമണ മൂലകങ്ങൾ. ഇവയെ എന്ത് പേര് വിളിക്കും? സംക്രമണം. സംക്രമണത്തിന്റെ അർത്ഥം ക്രമമായ മാറ്റം എന്നാണ്. എസ് ബ്ലോക്കിലെ ലോഹങ്ങളിൽ നിന്നും പി ബ്ലോക്കിലെ അലോഹങ്ങളിലേക്കുള്ള ക്രമമായ മാറ്റമാണ് ഈ ഡി ബ്ലോക്ക് മൂലകങ്ങൾ കാണിക്കുക. അതുകൊണ്ട് അവയെ സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കും. ഈ ഡി ബ്ലോക്ക് ഏത് ഗ്രൂപ്പിലാ പെടുക എന്ന് പറയാവോ? ഡി ബ്ലോക്ക് ഏത് ഗ്രൂപ്പിലാ പെടുക എന്ന് പറയാവോ? പറയൂ. എസ് ബ്ലോക്ക് 1ഉം 2ഉം, പി ബ്ലോക്ക് 13 മുതൽ 18 വരെ. ഡി ബ്ലോക്ക് സിമ്പിൾ അല്ലേ? 3 മുതൽ 12 വരെ. 3 മുതൽ 12 വരെ. ഡിയിലെ ഇലക്ട്രോണുകളും എസിലെ ഇലക്ട്രോണും കൂടെ കൂട്ടണം. അങ്ങനെയാണെങ്കിൽ മിനിമം 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പാണ്. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിലാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ പെടുക. ഇനി ഇതിന്റെ മറ്റൊരു പ്രത്യേകത, അടുത്ത മറ്റൊരു പ്രത്യേകത, സാധാരണ എല്ലാ മൂലകങ്ങളും ഗ്രൂപ്പിലാണ് സെയിം സ്വഭാവം കാണിക്കുക, സെയിം രാസ സ്വഭാവം കാണിക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് ഗ്രൂപ്പ് 1 മൂലകങ്ങൾ അവയുടെ എല്ലാവരുടെയും രാസ സ്വഭാവം ഒരുപോലെ ആയിരിക്കും. കാരണം ബാഹ്യതമ ഷെല്ലിൽ ഒരു ഇലക്ട്രോണാണ് ഉള്ളത്. ഗ്രൂപ്പ് 2 അതെല്ലാരും ഒരേ സ്വഭാവമായിരിക്കും കാണിക്കുക. ഒരേ കുടുംബക്കാരാ. നമ്മുടെ വീട്ടിലെ ഒരേ കുടുംബക്കാര്, ചേട്ടനനിയന്മാരൊക്കെ ഏകദേശം ഒരേ സ്വഭാവം ആയിരിക്കുമല്ലോ, ഒരേ രീതിയിലായിരിക്കും. അതേപോലെ ഗ്രൂപ്പ് 2ന്റെ ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എല്ലാം സെയിം ആയതുകൊണ്ട് അവ ഒരേ സ്വഭാവമായിരിക്കും കാണിക്കുക. പക്ഷേ ഈ സംക്രമണ മൂലകങ്ങളുടെ പ്രത്യേകത പിരീഡുകളിൽ ഒരേ സ്വഭാവം കാണിക്കും. ഗ്രൂപ്പിലാണ് സാധാരണ ഒരേ സ്വഭാവം കാണിക്കുക. ഗ്രൂപ്പിനെയാണ് കുടുംബം എന്ന് പറയുക. സാധാരണ എല്ലാ മൂലകങ്ങളും ഗ്രൂപ്പിലാണ് ഒരേ രാസ സ്വഭാവം കാണിക്കുക. പക്ഷെ ഇവ പിരീഡുകളിലും ഒരേ രാസ സ്വഭാവം കാണിക്കും.
അതിനെന്താണ് കാര്യമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നോക്കിക്കോളൂ, ഡി ബ്ലോക്കിൽ പെടുന്ന ഒരു മൂലകമാണ് സ്കാൻഡിയം. അത് കഴിഞ്ഞാൽ അതിന്റെ തൊട്ടപ്പുറത്തെ ഗ്രൂപ്പിൽ പെടുന്ന ഒരു മൂലകമാണ് ടൈറ്റാനിയം. അതിന്റെ തൊട്ടപ്പുറം വനേഡിയം, നിങ്ങൾ പഠിക്കണ്ടാവില്ല. പിന്നെ ക്രോമിയം. ഇങ്ങനെയാണ് പോവുക. സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോവുക. ഈ സ്കാൻഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 21. സ്കാൻഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 21. ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ പറയുക. ഈ നോക്കൂ, സ്കാൻഡിയത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം ഞാൻ എഴുതുവാണ്. സ്കാൻഡിയം നേരത്തെ എഴുതിയതാ. 1s2 സ്പീഡിൽ പറയുവാണ്. 2s2 2p6 3s2 3p6 3d4s 3d1 4s2. ഇത് സ്കാൻഡിയത്തിന്റെ. അതിന്റെ തൊട്ടപ്പുറത്തെ ഗ്രൂപ്പിൽ പെടുന്ന ഇത് എത്രാമത്തെ ഗ്രൂപ്പിലാ പെടുക? ഈ സ്കാൻഡിയം എത്രാമത്തെ ഗ്രൂപ്പിലാ പെടുക? സ്കാൻഡിയം ഇച്ചിരി സ്പീഡ് കൂട്ടുന്നുണ്ട്, അതുകൊണ്ട് പ്രശ്നമുണ്ടോ എന്ന് അറിയത്തില്ല. സ്കാൻഡിയം എത്രാമത്തെ ഗ്രൂപ്പിലാ പെടുക? ഡി ബ്ലോക്ക് 3. സ്കാൻഡിയം എത്രാമത്തെ ഗ്രൂപ്പിലാ? 3. അടുത്ത ഒരു മൂലകമാണ് ഇത് ടൈറ്റാനിയം. 1s2 2s2 2p6 3s2 3p6 3d2 4s2. ഇത് 4ാമത്തെ ഗ്രൂപ്പിലാ പെടുക. ഇത് ഏതാമത്തെ ഗ്രൂപ്പിലാ? 4. കണ്ടോ? അപ്പൊ ഇതിന്റെ ഇലക്ട്രോൺ വിന്യാസം നോക്കിയാൽ 3d2 4s2. അടുത്ത വരികയാണെങ്കിൽ നോക്കിയാൽ 3d3 4s2. അങ്ങനെയല്ലേ പോവുക? നോക്കൂ, ആണ്. ഇതിന്റെ പിരീഡുകളിലെയും ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോൺ വിന്യാസത്തിന് മാറ്റമില്ല. സ്കാൻഡിയത്തിന്റെ ബാഹ്യതമ ഷെല്ലിൽ 2 ഇലക്ട്രോൺ. കണ്ടോ? അതിന്റെ തൊട്ടപ്പുറത്തെ ഗ്രൂപ്പിൽ പെടുന്നതാണ് ടൈറ്റാനിയം. അതിന്റെ ബാഹ്യതമ ഷെല്ലിലും 2 ഇലക്ട്രോൺ. അതിന്റെ തൊട്ടപ്പുറത്തെ വനേഡിയത്തിന്റെ ബാഹ്യതമ ഷെല്ലിലും 2 ഇലക്ട്രോൺ. കണ്ടോ? പക്ഷെ ഇത് ഗ്രൂപ്പല്ല, ഒരേ ഗ്രൂപ്പല്ല, പക്ഷെ ഒരേ പിരീഡാണ്. ഒരേ പിരീഡ് ആണെങ്കിലും ഇവയുടെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണിന് വലിയ മാറ്റമില്ല. 2 ആയിരിക്കും. ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകൾ മിക്കവാറും 2 1 ഒക്കെ ആയിരിക്കും. കോപ്പറും ക്രോമിയം ആണെങ്കിൽ 1 വരും. ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകൾ ഏകദേശം ഒരേപോലെയാ പോവുക. ഏകദേശം ഇവിടെ 2 ഇത് 2 ഇത് 2. ക്രോമിയത്തിനെ 1 വരത്തുള്ളൂ. ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം ഏകദേശം സെയിം ആയതുകൊണ്ട് ഇവ ഒരേ രാസ സ്വഭാവം പ്രകടിപ്പിക്കും. ഇവ എന്ത് പ്രകടിപ്പിക്കുന്നു? ഒരേ തരത്തിലുള്ള രാസ സ്വഭാവമായിരിക്കും ഇവര് പ്രകടിപ്പിക്കുക. അതൊന്നും ഓർക്കണം. സാധാരണ ഗ്രൂപ്പിലാണ് ഒരേ സ്വഭാവം കാണിക്കുക. പിരീഡുകളിലും ഇവർ സമാന രാസ സ്വഭാവം പ്രകടിപ്പിക്കും. ഇങ്ങനെ പോകുന്ന പിരീഡ്, സാധാരണ ഇങ്ങനെ പോകുന്ന ഗ്രൂപ്പിലാണ് ഒരേ രാസ സ്വഭാവം കാണിക്കുക. ഇങ്ങനെ പോകുന്ന പിരീഡുകളിലും ഒരേ രാസ സ്വഭാവം കാണിക്കുന്നു. കാരണം ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തിന് മാറ്റമില്ല. അടുത്ത മറ്റൊരു പ്രത്യേകതയാണ്, ഇവ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു. എന്ത് കാണിക്കുന്നു? വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു. നിറമുള്ള സംയുക്തങ്ങൾ കാണിക്കുന്നു. 2 പ്രത്യേകത കൂടെ. വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു, നിറമുള്ള സംയുക്തങ്ങൾ കാണിക്കുന്നു. ഏതാണ് അവസാനം പറഞ്ഞ 2 പ്രത്യേകതകൾ? അവസാനം പറഞ്ഞ 2 പ്രത്യേകതകൾ ഞാൻ ഓടിച്ചു പറയുവാണ്. അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയും. എന്നാലും ഒന്ന് ഓർമ്മിച്ചു പറയുവാണ്. ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഏറ്റവും അവസാനത്തെ ഒരു പ്രത്യേകതയാണ് വ്യത്യസ്ത. ഇത് എഴുതണ്ട കേട്ടോ, എഴുതണ്ട. ഇത് പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട്. വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കും. എന്ത് കാണിക്കും? വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു. ലാസ്റ്റത്തെ ഡി ബ്ലോക്ക് എലമെന്റുകളുടെ മറ്റൊരു പ്രത്യേകതയാണ് നിറമുള്ള സംയുക്തം നൽകുന്നു. എന്ത്? നിറമുള്ള സംയുക്തങ്ങൾ നൽകുന്നു. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കാം. അപ്പൊ ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇതേ പറയത്തുള്ളൂ. വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ, നിറമുള്ള സംയുക്തങ്ങൾ, അതേ അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയത്തുള്ളൂ. ഓക്കെ അല്ലേ? മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടോ? അവസാനം വലിയ ഇമ്പോർട്ടന്റ് അല്ലാത്ത കാര്യമാണ് ഞാൻ ഓടിച്ചു പറഞ്ഞത്. വലിയ കാര്യമൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഓടിച്ചു പറഞ്ഞത് കേട്ടോ. ഇത് 2 ഇനി പഠിപ്പിക്കാം സെപ്പറേറ്റ്. അപ്പൊ നിങ്ങൾക്ക് ലെഫ്റ്റ് ആകാം. Okay, sir. Thank you. Thank you, sir. Okay, sir. Thank you, sir. Okay, Thank you, sir. sir.